ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടതുപോലെ അച്ഛൻ്റെ വെഡ്ഡിങ് വ്ലോഗ് കണ്ടാലോ. അച്ഛൻ്റെ താലികെട്ട് അമ്പലത്തിൽ വെച്ചിട്ടും ബാക്കി ചടങ്ങുകളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. താലികെട്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ചു വിവാഹിതയായിരിക്കുകയാണ്. നമ്മുടെ ചെക്കനും പെണ്ണും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അച്ഛനെ മേക്കപ്പ് ചെയ്തത് ലില്ലി ഷനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മളും ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഒരു ചെറിയ യൂട്യൂബറൊക്കെ അല്ലേ. എൻ്റെ ലാസ്റ്റ് മിനിറ്റ് തീരുമാനമായിരുന്നു അച്ഛൻ്റെ കല്യാണത്തിന് എൻ്റെ കല്യാണ സാരി തന്നെ വേറെയാണ്. കല്യാണത്തിന് ഉടുത്തതല്ലാതെ പിന്നെ ഞാൻ ആ സാരി തൊട്ടിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ സാരി ഉടുക്കുന്ന ഒരാളേ അല്ല. പുതിയൊരു സാരി ഞാൻ വാങ്ങിച്ചാൽ അത് ഞാൻ യൂസ് ചെയ്യത്തുമില്ല. അപ്പം ഞാൻ കരുതി എന്തുകൊണ്ടും നല്ല തീരുമാനം എൻ്റെ കല്യാണ സാരി തന്നെ ഉടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ചേച്ചിയും അവളുടെ കല്യാണ സാരി തന്നെയാണ് ഉടുത്തത്. ഏകദേശം 3.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കല്യാണ സാരി ഉടുത്തു. ആ തീരുമാനം നന്നായി എന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ. അങ്ങനെ നമുക്ക് വീട്ടിൽ പോയി അമ്മയൊക്കെ പിക്ക് ചെയ്യണമായിരുന്നു. എല്ലാവരും പിക്ക് ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മയും വല്യമ്മച്ചിയും അമ്മയും ചിറ്റിയും അമ്മായിയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഹോളിൽ. സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഓൾറെഡി 2 പേര് ഗസ്റ്റ് ലുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ചേട്ടൻ എന്നെ കാത്ത് നേരത്തെ വെളി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഓൺ ടൈമിൽ വരാൻ പറ്റി. കുറേ നാളായിരുന്നു ഒരു കല്യാണത്തിന് താലപ്പൊലിയൊക്കെ എടുത്തിട്ട്. അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ കല്യാണത്തിനാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ താലപ്പൊലി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെക്കനെയൊക്കെ സ്വീകരിച്ച് വന്നിട്ടുണ്ട്. ഈ വ്ലോഗിൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും എടുത്തു തന്നിരിക്കുന്ന ചേട്ടനാണ്. ചേട്ടന് പറ്റാവുന്നത്ര വീഡിയോസ് എല്ലാം ചേട്ടൻ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ ചില വീഡിയോസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ക്യാമറാമാൻമാരും വീഡിയോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. ആ കുറേ ക്ലിപ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ചേട്ടൻ എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കനെയൊക്കെ സ്വീകരിച്ച് മണ്ഡപത്തിലിരുത്തി. ഇനി നമുക്ക് പെണ്ണിനെ ഇതുപോലെ തന്നെ താലപ്പൊലിയോടുകൂടി സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെ ഫാമിലി. അച്ഛൻ്റെ അച്ഛൻ, അമ്മ, ബ്രദർ, ചിറ്റപ്പൻ, ചിറ്റ. ബ്രദറിൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അച്ഛൻ്റെ സാരി പോത്തീസി എന്നായിരുന്നു. നല്ലൊരു ചില്ലി റെഡ് കളർ സാരി ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വീഡിയോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ അച്ഛൻ്റെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ചേട്ടനൊരാഗ്രഹം അബിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ. അബിയെ ചേട്ടൻ ഫസ്റ്റ് ടൈം കല്യാണത്തിന് വന്നപ്പോഴാണ് കാണുന്നത്. അബി കാനഡയിലായിരുന്നു. 4-6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അബി നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം സദ്യ കഴിക്കാൻ പോയി. അയ്യോ, ഞാൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സൊന്നും നിങ്ങളെ കാണിച്ചില്ല അല്ലേ. നമ്മൾ അന്ന് വെറ്റ്ലാൻഡ് പോയപ്പം ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കുഞ്ഞിപ്പെണ്ണ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ ഓൾ സെറ്റായിട്ടിരിക്കുകയാണ് ഗായ്സ്. എനിക്കൊരു പ്രശ്നമുണ്ട്. സദ്യ കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് വിശക്കും. അങ്ങനെ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ ഗായ്സ്? ഞാനത് മുഴുവനായിട്ട് കഴിക്കില്ല. മേ ബി അതുകൊണ്ടാവാം. പക്ഷെ എനിക്ക് പെട്ടെന്ന് വിശക്കും.
അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി ഞാൻ അന്നത്തെ എൻ്റെ ലുക്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു നല്ല ലുക്ക് കിട്ടിയിട്ട് കുറേ നാളും ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല കോംപ്ലിമെൻറ്റ് പറഞ്ഞൊരു ലുക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എന്നാലും ഞാൻ കുറേ പ്ലാൻ ചെയ്ത വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ട്രാൻസിഷൻ റീലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. വല്ലപ്പോഴും ആണ് ഇങ്ങനെ എല്ലാം കൊണ്ടും നന്നായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാനും ചേട്ടനോട് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ, സത്രി കൺവെൻഷൻ സെൻറ്റർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞാൻ പൊതുവെ അങ്ങനെ കല്യാണങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. കുറേ നാളുകൾക്ക് ശേഷം വന്ന് കിട്ടിയൊരു കല്യാണമായിരുന്നു നമ്മുടെ അച്ഛൻ്റെ കല്യാണം. അതെന്തായാലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. രാവിലെ വന്ന ടൈം നമുക്ക് ഇവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ആദ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡെക്കോറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് ഇവൻറ്റ്സ് ആൻഡ് ഡെക്കോർ എന്നായിരുന്നു തോന്നുന്നു ആ ഡെക്കറേഷൻ ടീമിൻ്റെ പേര്. എന്തായാലും അതും നല്ല രസമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് കളിക്കാൻ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾ ബിസിയായിരുന്നു. ആളുടെ അഡ്രസ്സ് പോലും കാണിക്കാൻ പറ്റിയൊരു വീഡിയോ പോലും കിട്ടിയിട്ടില്ല. പുള്ളിക്കാരി ബിസിയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഇനി ചെക്കനും പെണ്ണും പോകും. അതിനുശേഷം നമ്മളും വീട്ടിൽ പോവും. എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു സീനാണ് ഈ യാത്ര പറഞ്ഞു പോകുന്നത്. എനിക്കറിയത്തില്ല എനിക്കതെന്താണ് ഇത്ര വിഷമമുള്ള കാര്യമെന്ന്. എനിക്ക് ആര് പോയാലും ഭയങ്കര ഒരു വിഷമം, എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് എന്തോ ഫീൽ ആവുന്ന പോലെ. അങ്ങനെ അച്ഛനെ യാത്രയാക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ സെക്കൻഡ് സാരി, അതായത് ചെറുക്കൻ കൊടുത്ത സാരി ഒരു ഗ്രീൻ കളർ സാരി ആയിരുന്നു. അവർ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ട്രാൻസിഷൻ റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ബ്രൈഡ് ടു ബിക്കും ഹൽദിക്കും സംഗീതത്തിന് കിട്ടി, വെഡ്ഡിങ്ങിനും റിസപ്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. പൊതുവേ ഈ സെക്കൻഡ് സാരിയുടെ ഒരുപാട് ഫോട്ടോസ് കിട്ടാറില്ല, കാരണം ഇറങ്ങേണ്ട സമയം അതിൻ്റെ ഹറിബറിയൊക്കെ കാരണം. അങ്ങനെ അച്ചും ചേട്ടനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ട് വന്നിട്ട് അച്ചു എല്ലാവരോടും യാത്ര പറയുകയാണ്. ഞാൻ എൻ്റെ ചേച്ചിമാരുടെ എല്ലാവരുടെയും കല്യാണത്തിന് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കെന്തോ ഈ സീൻ ഭയങ്കര ഇമോഷണലാണ് ഗൈസ്. പക്ഷേ എൻ്റെ കല്യാണത്തിന് ഞാൻ ഒരുപാട് കരഞ്ഞില്ല. പക്ഷേ എൻ്റെ ചേച്ചിമാർ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂജൻ പിള്ളേരൊന്നും അങ്ങനെ കരയാറൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ. നമ്മുടെ ദിയാകൃഷ്ണയൊക്കെ പോലെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പോകണം അല്ല, എന്തിനീ കരയുന്നത്? പക്ഷെ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ ഒരു വിഷമം വരും. അപ്പോൾ അങ്ങനെ അച്ചുവും ചേട്ടനും കൂടി അച്ഛനോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞ് പോവാണ്. അതിനു മുമ്പ് ദക്ഷിണയൊക്കെ വാങ്ങിക്കണം. ദക്ഷിണയൊക്കെ വാങ്ങിച്ചു. പിന്നെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ റീച്ച് കിട്ടാനായിരിക്കും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കരയിപ്പിക്കും. നമുക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പറച്ചിൽ കേട്ട് ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരും. എന്തായാലും നമ്മുടെ അച്ചുക്കുട്ടി ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അച്ചു ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സാരി നമ്മൾ ഇഹാ ഡിസൈൻസിൽ നിന്ന് എടുത്ത സാരി തന്നെ ആയിരുന്നു. ചേച്ചിയുടെ പുള്ളിക്കാരിയുടെ വെഡ്ഡിങ് സാരി തന്നെ ആയിരുന്നു. ആദ്യം നമുക്ക് ചേച്ചിയെ കൊണ്ട് വീട്ടിൽ വിടണമായിരുന്നു. അതിനുശേഷം നമുക്ക് അച്ഛനെയും അമ്മയും ചിറ്റയൊക്കെ വീട്ടിൽ വിട്ടിട്ട് വേണമായിരുന്നു തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഓരോരോ ഓർണമെൻറ്റ്സ് ആയിട്ട് അയച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്ര ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ.
പക്ഷേ എനിക്ക് എൻ്റെ ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ കണ്ണാടി നോക്കിയിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. മുടി ഫ്രണ്ടിലിട്ട് നോക്കി, മുടി ബാക്കിലിട്ട് നോക്കി, അങ്ങനെ പലവിധം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി എനിക്ക് ഡ്രേപ്പ് ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് കുറച്ച് വണ്ണം തോന്നിക്കാറുണ്ട്, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചോദിച്ചു. എനിക്കിതെല്ലാം കൂടി ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം പൂവിനൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള ദിവസം കൂടിയായിരുന്നു. കാരണം അന്ന് ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചേട്ടൻ കുറച്ച് പൂ വാങ്ങിച്ചു തന്നു. അതെൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി മാക്സിമം നല്ല രീതിയിൽ വെച്ച് തരാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് എടുത്ത് പറയണം, ഞാൻ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തതാണ് ആ ചേച്ചിയെ. എൻ്റെ ഒരു ഫ്രണ്ടിനെ മേക്കപ്പ് ചെയ്തിരുന്നത്, വെഡ്ഡിങ്ങിന് മേക്കപ്പ് ചെയ്തിരുന്നത് ഈ ചേച്ചിയായിരുന്നു. സീ ലുക്ക് എന്നായിരുന്നു അവരുടെ പാർലർ നെയിം. അപ്പോൾ എനിക്ക് വേറെ ഒരു റെഫറൻസും ഇല്ല. എൻ്റെ ഫ്രണ്ടിന് ഒരിക്കലും ഒരു റെഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ ചേച്ചിയുടെ ബിഹേവിയർ ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന പാറ്റേൺ ആണെങ്കിലും സിമ്പിളായിട്ട് തന്നെ എന്നെ നല്ല രീതിയിൽ സ്പീഡിൽ മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അവിടെ തന്നെ പോകുന്നുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ റേറ്റും അവരുടെ സർവീസും ഒക്കെ കൂടെ എനിക്ക് മാച്ചായിട്ട് തോന്നിയില്ല. ലാസ്റ്റ് മിനിറ്റാണ് ഈ ചേച്ചിയെ ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ജ്വല്ലറി ആണെങ്കിലും ഞാൻ ഫസ്റ്റ് പെയർ ചെയ്ത മാല ഗോൾഡ് തന്നെയാണ്. സെക്കൻഡ് പെയർ ചെയ്ത ഈ ഒരു മാല ഞാൻ ജുവൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെൻ്റൽ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ വളയും നമ്മുടെ മാട്ടി കാര്യങ്ങളെല്ലാം കൂടി ഞാൻ റെൻറ്റിന് എടുത്തതാണ്. കാരണം ഞാൻ ഇതൊന്നും റീയൂസ് ചെയ്യാറില്ലല്ലോ. അതുമെല്ലാം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത കാര്യം പറയണം. എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് എന്തായാലും എനിക്ക് ടൈറ്റായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ സാരിയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. അതും പറയാതിരിക്കാൻ പറ്റത്തില്ല, പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുക്കുന്നതും. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം പേടി ഉണ്ടായിരുന്നു ഇവർ കുളമാക്കുമെന്ന്. പക്ഷേ എൻ്റെ എല്ലാ ഡ്രസ്സും, വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തത് അവരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ബ്ലൗസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത വരാനിരിക്കുന്ന വ്ളോഗിൽ മനസ്സിലാവും. പിന്നെ കല്യാണത്തിനൊക്കെ ശേഷം നമ്മൾ മുടിയിലൊന്നും തിരുപ്പനൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം മുടിയൊക്കെ ഞാൻ കട്ട് ചെയ്തിരുന്നുകൊണ്ടും പിന്നെ തിരുപ്പനൊന്നും വെക്കേണ്ട വലിയൊരു ഫംഗ്ഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം, അതായത് കല്യാണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് തിരുപ്പനൊക്കെ വെക്കുന്നത്. അത് ചേട്ടൻ എനിക്ക് ഊരി തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാരി ഊരാനേ മനസ്സിലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രൈപ്പ് ചെയ്തത്. അതുപോലെ മേക്കപ്പും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ആലപ്പുഴയിലുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും സീ ലുക്ക് എന്ന് പറയുന്ന പാർലർ കേട്ടോ. വണ്ടാനമാണ് അവരുടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ അഴിച്ചു. ഞാൻ എൻ്റെ പഴയ കോലത്തിലേക്ക് എത്താൻ പോവുകയാണ് ഗായ്സ്. ഞാൻ ഇവരുടെ എന്തായാലും ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ജ്വല്ലറിയുടെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ആണെങ്കിലും. സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ എനിക്ക് കാണാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തായാലും ഞാനൊരു അൺറെഡി വിത്ത് മീൻ കൂടി ചെയ്യാമെന്ന് കരുതി. അതാണ് കേട്ടോ ഈ വീഡിയോയും കൂടി എൻഡിൽ ഇട്ടേക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ അഴിച്ച് ഞാൻ പഴയ കൊല്ലമായിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ കല്യാണത്തിന് ഇതുവരെയുള്ള ഫങ്ഷൻസ് എല്ലാം നന്നായിട്ട് നടന്നു. ഇനി നമുക്കൊരു റിസപ്ഷൻ വ്ളോഗും കൂടി ഉണ്ട്. അതും ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യാവേ.